അയ്യേ, ഇതൊക്കെ ഞാൻ കഴുകണോ? എന്റെ കൈ. എന്തായി കാണിക്കുന്നത്? അതൊക്കെ ചെയ്യ്. ഈ പാത്രങ്ങളൊന്നും ഇങ്ങനെ വലിച്ചെറിയല്ലേ. അച്ഛൻ എങ്ങനെ ഈ ശബ്ദം കേട്ടാലേ നീ മനഃപൂർവ്വം വലിച്ചെറിയുന്നാണെന്ന് വിചാരിക്കും. സുധി, എച്ചിൽ പാത്രങ്ങൾ കണ്ടോ? ഇന്നലെ രാത്രി രേവതി അച്ഛമ്മയും അച്ഛനും സച്ചിയും കൂടെ കഴിച്ചതാ. ഇത് മുഴുവൻ തേച്ച് എഴുതി ഇവിടെ ഇട്ടിരിക്കുക. ഇന്ന് രാവിലെ എനിക്ക് പണി തരാൻ അച്ഛമ്മ ഇന്നലെ രാത്രി തന്നെ തീരുമാനിച്ചതല്ലേ എന്റെ അർത്ഥം? എന്റെ ഊഹം ശരിയാണെങ്കിൽ അച്ഛമ്മ നിനക്ക് പണി തരാൻ തീരുമാനിച്ചത് ഇന്നലെ രാത്രിയിലല്ലേ? പിന്നെ നിനക്ക് പണി തരാൻ തീരുമാനം എടുത്തിട്ടാ അച്ഛമ്മ ഇങ്ങോട്ട് വന്നത്. അല്ലാതെ അച്ഛമ്മ വന്നത് രേവതിക്ക് വയ്യാത്തോണ്ടൊന്നും അല്ല. ഇത്രയും പീഡനങ്ങൾ അനുഭവിക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരാ ഉള്ളത്? ഇക്കണക്കിന് പോയാ അച്ഛമ്മ എന്നെ രേവതിയുടെ ജോലിക്കാരിയാക്കും. അതിനുവേണ്ടി എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് രേവതിയുടെ കാലൊടിഞ്ഞാണെന്ന് അഭിനയിക്കാണെന്ന് സംശയമുണ്ട്. ശ്രുതി, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. എല്ലാവർക്കും വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കുക. ശ്രുതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഏട്ടിന്റെ പണി കിട്ടിയത് എനിക്കല്ലേ? ജോലിയെല്ലാം ചെയ്യേണ്ടത് ഞാനല്ലേ? ഒരു കാര്യം ചെയ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. പാത്രങ്ങളൊക്കെ ശ്രുതി കഴിക്കോ. അയ്യോ, ഏതെങ്കിലും വിധത്തിൽ നിന്നെ സഹായിച്ച എന്റെ കൈ വെട്ടുമെന്ന് അച്ഛമ്മ പറഞ്ഞിരിക്കുന്നത്. കണ്ടോടാ, അച്ഛമ്മ എന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ളതിന് ഇതിനപ്പുറം വേറെ വല്ല തെളിവും വേണോ? അല്ല, വേറൊരു മരുമോളൂടി ഇവിടെ ഉണ്ടല്ലോ, വലിയ ശബ്ദതാരം വർഷ. അവളെന്താ അച്ഛമ്മ ഇങ്ങോട്ട് പറഞ്ഞു വിടാത്തെ? എന്റെ ശ്രുതി, നീ ഒന്ന് അടങ്ങ്. തൽക്കാലം അച്ഛമ്മ പറഞ്ഞ പോലെ നീ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യേ. ഈ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാവർക്കും ചായയും കാപ്പിയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കി കൊടുക്ക്. അപ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് പോകാനുള്ള സമയമാവല്ലോ. എന്റെ കട അടവാണെന്നും നീ പാർലറിൽ പോയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലെന്നും ഇവിടെ ആർക്കും അറിയില്ല. നമ്മൾ ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തതുപോലെ ജോലിക്ക് പോവാണെന്ന മട്ടിൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടിച്ചു പൊളിക്കും. അപ്പൊ ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യണമെന്നാണോ ശ്രുതി പറയുന്നത്? അതെ. തൽക്കാലം ഇനി അച്ഛമ്മയെ പിണക്കണ്ട. നമുക്ക് നമ്മുടെ കാര്യം നടന്നാ പോരെ. 9 മണിയാവുമ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട. നീ പാത്രങ്ങൾ വേഗം കഴിയാൻ തുടങ്ങിക്കോ. ചെല്ലേ. ആമേ, അയ്യോ, അമ്മക്ക് ചായ ഇട്ടില്ലേ? ശ്രുതി ചായ ഇട്ടിട്ടുണ്ടാവും, ഞാൻ പോയി എടുത്തു വരാം. വേണ്ട വേണ്ട, നീ അവിടെ ഇരിക്കേ. രേവതി അടുക്കള പെരുമാറുമ്പോഴേ ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തുകയല്ലേ അവരുടെയൊക്കെ പതിവ്. നമുക്കേ ആ പതിവ് തെറ്റിക്കണ്ട. ഓ, അവരുടെ ഒരു ചായ എല്ലാത്തിനും ഞാൻ ഭക്ഷണം കലക്കി തരും. ചായ റെഡി ആയിക്കൊണ്ടിരിക്കുക അച്ഛമ്മേ. അമ്മയുടെ ഒരു കാര്യം, ഇങ്ങനെയാണെങ്കിൽ പിള്ളേര് നല്ല ശീലം പഠിക്കും. പത്രം തുറന്ന അപകടങ്ങൾ മാത്രല്ലേ ഉള്ളൂ. ഹായ് അച്ഛമ്മക്കുട്ടി, ഗുഡ് മോർണിംഗ്. രാവിലെ കുളിച്ചൊരുങ്ങി സുന്ദരിയായിട്ടിരിക്കുകയാണല്ലോ. പ്രായം കൂടിയാലും പഴയ ശീലങ്ങളൊന്നും മറക്കില്ല. അതാ എന്റെ രക്തത്തിന്റെ ഗുണം. ചായ 4 എണ്ണം വേണേ ശ്രുതി? ഓ,